നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയും സംഘവും വാവിട്ട് കരയുന്നുണ്ട്. എന്നാൽ റൈസിയുടെ തല വീണതിൽ തുള്ളിച്ചാടി ഇറാനിലെ വനിതകൾ. മരണത്തിൽ പൊതുമധ്യത്തിലിറങ്ങി ആഘോഷിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുവെങ്കിലും ഭയമാണ്, പിന്നെ തലയുണ്ടാകില്ലല്ലോ എന്നോർത്ത്. അതുകൊണ്ട് അടക്കിപ്പിടിച്ച സന്തോഷം പങ്കിടുകയാണ് ഇറാനിയൻ സ്ത്രീകൾ. സ്ത്രീകളെ മതത്തിന്റെ ചട്ടക്കൂടിൽ തളച്ചിട്ട് അവരെ കൊല്ലാക്കൊല ചെയ്ത പ്രസിഡന്റാണ് റൈസി. തീർന്നില്ല, പള്ളിയുടെ മറവിലെ വേശ്യാവൃത്തിയും കരാർ കല്യാണങ്ങളും ഇറാൻ സ്ത്രീകൾക്ക് നരകമാണ് കാട്ടിക്കൊടുത്തത്. റൈസി മരിച്ചത് അവർ ആഘോഷമാക്കും. മുത്വ എന്ന് പറയുന്ന ഒരു തരം താൽക്കാലിക വിവാഹത്തിന്റെ മറവിൽ ഇവിടെ നടക്കുന്നത് വേശ്യാവൃത്തിയാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ മുറവിളി ഉയർത്തിയിരുന്നു. ഇസ്ലാം മതത്തിലെ ഷിയ വിഭാഗത്തിലെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഇസ്ന അഷ്അരി വിഭാഗങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള താൽക്കാലിക വിവാഹത്തെയാണ് മുത്വ വിവാഹമെന്ന് പറയുന്നത്. മഹർ നിശ്ചയിച്ച് ഒരാൾക്ക് ഒരു സ്ത്രീയെ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ കൃത്യമായി നിശ്ചയിച്ച് വിവാഹം ചെയ്യുന്ന രീതിയാണിത്. വിവാഹ കാലാവധി പൂർത്തിയായാൽ വിവാഹം അവസാനിക്കുന്നതാണ്. വിവാഹ ബന്ധം അവസാനിച്ചാൽ സ്ത്രീകൾ 3 മാസത്തേക്ക് ഇദ്ദ ആചരിക്കണം. അതുപോലെ ഇറാഖിലെ ഷിയകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന 1 മണിക്കൂറോളവും മറ്റും നീണ്ടു നിൽക്കുന്ന താൽക്കാലിക വിവാഹം ആനന്ദ വിവാഹങ്ങൾ എന്ന പേരിൽ ഇറാനിലും നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പുരോഹിതന്മാർ ഇടനിലക്കാരായി നിന്നാണ് ഇത് നടത്തുന്നത്. ഇങ്ങനെ മതത്തിന്റെ മറവിൽ എല്ലാവിധ തോന്നിവാസങ്ങളും ഇറാനിൽ നടന്നു. റൈസിയുടെ കാലത്ത് മതത്തിന്റെ പേരിൽ സ്ത്രീകൾ അങ്ങേയറ്റം ക്രൂരതകൾക്ക് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീയുടെ ശിരോവസ്ത്രം അല്പമൊന്നു മാറിയാൽ സദാചാര പോലീസ് കളിക്കും ഇവിടെയുള്ളവർ. ഇതും ഭരണകൂടത്തിന്റെ ഒത്താശയോടെയാണ് നടക്കുന്നത്. ശരിയായ വിധത്തിൽ ഹിജാബ് ധരിച്ചില്ല എന്നാരോപിച്ച് മത പോലീസ് പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചതിന് പിന്നാലെ 2022 സെപ്റ്റംബർ 16 മരണത്തിന് കീഴടങ്ങിയ മഹ്സ അമനി എന്ന യുവതിയുടെ കാര്യം ലോകം ഇന്നും മറക്കില്ല. അതിനുശേഷം ഇറാൻ കണ്ടത് വലിയ പ്രതിഷേധമായിരുന്നു. നീതി ആവശ്യപ്പെട്ട് ആരംഭിച്ച പ്രക്ഷോഭം ഇറാനിലെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു മനുഷ്യാവകാശ പ്രശ്നമായി തുടങ്ങിയ ഈ സമരം വളരെ പെട്ടെന്നാണ് ഇറാനിലെ ഭരണകൂടത്തിനെതിരായ റൈസിക്കെതിരായ സമരമായി മാറുന്നത്. പതുക്കെ അത് ഇസ്ലാമിനെതിരായ സമരമായി മാറി. ഞങ്ങൾക്ക് പള്ളിയും വേണ്ട, ഖുറാനും വേണ്ട എന്ന് പരസ്യമായി പറഞ്ഞ് സ്ത്രീകൾ മുന്നോട്ട് വന്നു. സർക്കാരിനും ഇറാൻ ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപകനായ ആയത്തുള്ള റൂഹല്ല ഖൊമേനിക്കും ആത്മീയ നേതാവ് ആയത്തുള്ള ഖമനേയിക്കുമെതിരെ ജനരോഷം ആളിക്കത്തി. ഇരു ആത്മീയ നേതാക്കളുടെയും ചിത്രങ്ങൾ തെരുവിൽ പരസ്യമായി കത്തിക്കുന്നത് കൂടാതെ അവരുടെ ചിത്രങ്ങൾക്ക് നേരെ അശ്ലീല ചിഹ്നങ്ങൾ കാട്ടി ജനം പ്രതിഷേധിച്ചു. ഹിജാബ് വലിച്ചെറിഞ്ഞും ഹിജാബ് കത്തിച്ചും സ്ത്രീകൾ പ്രതിഷേധം രേഖപ്പെടുത്തി. പ്രക്ഷോഭകാരികളെ നേരിടാൻ പോലീസ് കടുത്ത ബലപ്രയോഗം നടത്തി. സെൻസറിംഗ് ശക്തമായതിനാൽ പ്രക്ഷോഭങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും യഥാർത്ഥ രൂപത്തെ ലോകത്തിനു മുന്നിൽ തെളിഞ്ഞു കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും ആ രാജ്യത്ത് നടന്ന ക്രൂരത പലപ്പോഴായി പുറത്തു വന്നു. ലോകമെങ്ങും ഇറാന്റെ യാഥാസ്ഥിതിക നിലപാടുകൾക്കെതിരെ പ്രതിഷേധമുയർന്നതിന് പിന്നാലെ കടുത്ത നിലപാടുകളിൽ നിന്ന് റൈസി ഭരണകൂടം പിന്നോട്ടു പോയിരുന്നു. എന്നാൽ പ്രക്ഷോഭം അവസാനിച്ചപ്പോൾ ഭരണകൂടം സമര നേതാക്കളെ ശക്തമായി അടിച്ചമർത്തി. നിരവധി പ്രമുഖരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. ചെറുപ്പക്കാരെ കൊന്നൊടുക്കി. പ്രതിഷേധങ്ങൾ നിശബ്ദമാക്കുന്നതിൽ റൈസി വിജയം കണ്ടു. ഇറാനിൽ പ്രസിഡന്റായി കടുത്ത മതമൗലികവാദിയായ ഇബ്രാഹിം റൈസി അധികാരമേറ്റെടുത്തതോടെയാണ് 7 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് നിർബന്ധിതമായി ശിരോവസ്ത്രം വേണമെന്നും അത് ലംഘിക്കുന്നവർക്കെതിരെ കർശനമായി നടപടിയെടുക്കാനും തീരുമാനിച്ചത്. സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ തലമറയ്ക്കുന്നുണ്ടോ, ഹിജാബ് ധരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായി ഗഷ്തെ ഇർഷാദ് എന്ന ഗൈഡൻസ് പട്രോളായ ഒരു പോലീസ് വിഭാഗവും ഉണ്ടായി. ഒരു ശിരോവസ്ത്രം താഴെ പോയാലും തലമുടികൾ മറയ്ക്കാതെ കണ്ടാലും ഇവർക്ക് ക്രൂരമായ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്. നിസ്കാര സമയങ്ങളിൽ പുറത്തിറങ്ങി നടക്കുന്ന പുരുഷന്മാർക്കും അടി കിട്ടും, ചാട്ടവാറിനടി. അങ്ങനെ വലിയ ക്രൂരതയാണ് റൈസിയുടെ ഭരണകൂടത്തിന് കീഴിൽ ഇറാനിലെ സ്ത്രീകളും പുരുഷന്മാരും അനുഭവിച്ചത്. ഏതായാലും ഇറാനിൽ റൈസിയുടെ മരണം അധികമാർക്കും സങ്കടകരമല്ല. മാത്രമല്ല, സന്തോഷിക്കുന്നവർ ധാരാളം ഉണ്ട് താനും. ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരുടെ മരണത്തിന് കാരണക്കാരനെന്ന് ആരോപിക്കപ്പെടുന്ന റൈസി ക്യാബിനറ്റിൽ പട്ടാളക്കാരെയും മതമേലധ്യക്ഷരെയും ഉൾപ്പെടുത്തി ദുർഭരണം നടത്തുന്നുവെന്നും സാമ്പത്തിക സ്ഥിതി തകർത്തുവെന്നും വലിയ പ്രതിഷേധമുണ്ട്.